ഇവിടെയുള്ള ആൾക്കാരെ അത്തവണ അമ്പലത്തിലേക്ക് പോകും. ഹലോ ഗൈസ്, ഇവിടെയായിരുന്നു നമ്മുടെ പഴയ അമ്പലം ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ആൽമരം മാത്രമാണ് ബാക്കിയുള്ളത്. ഈ കാണുന്നത് അട്ടമലയ്ക്ക് പോകുന്ന റോഡാണ്. അട്ടമല പാടി ആശുപത്രി പാടി കഴിഞ്ഞു നേരെ നമ്മൾ 13-ാം പാലം കഴിഞ്ഞ് അങ്ങനെ പോവുകയാണ്. അന്ന് പ്രളയം വന്ന സമയത്ത് ഈ കാണുന്ന മരങ്ങളെല്ലാം കണ്ടില്ലേ, ഈ ഒരു ഏരിയ മുഴുവൻ കവർന്നുകൊണ്ടാണ് ആ പ്രളയം മുന്നോട്ട്. നിങ്ങളീ കാണുന്നത് നമ്മൾ 13-ാം പാലത്തിലെ ഗ്രൗണ്ടായിരുന്നു കേട്ടോ. ഇന്ന് ഗ്രൗണ്ടുമില്ല, ആരും തന്നെ ഇവിടെ ഇല്ല. ഈ പ്രളയത്തിൽ നമുക്ക് നിരവധി ജീവനുകൾ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ 4 ഗ്രൗണ്ടുകളും നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിലൊരു ഗ്രൗണ്ടാണ് നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു ഗ്രൗണ്ട്. ഇപ്പോൾ ഇവിടെ മണ്ണുകൾ മാത്രമാണുള്ളത്. ഇപ്പോൾ നോക്കി പുഴയിൽ ഒരു തുള്ളി വെള്ളമില്ല. ആർത്തുലയിച്ച് വന്ന പുഴ ഇപ്പോൾ നോക്കി ശാന്തമായി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും യാത്ര എവിടേക്കാണെന്നല്ലേ. ഇന്ന് വിഷുവായിട്ട് നമുക്ക് അമ്പലത്തിൽ പോകാൻ സ്വന്തമായ ഒരു അമ്പലമില്ലാത്തത് കൊണ്ട് തന്നെ അട്ടമല അമ്പലത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മുടെ യാത്ര അട്ടമല അമ്പലത്തിലേക്കാണ്. നിങ്ങൾ ഈ കാണുന്നതാണ് അട്ടമല സ്കൂൾ കേട്ടോ. പണ്ടത്തെ അട്ടമല സ്കൂളായിരുന്നത്. ഇപ്പോൾ ഈ സ്കൂൾ പ്രവർത്തനമൊന്നുമല്ല. ഇതാണ് നമ്മളെ അട്ടമല അമ്പലം വരുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് കറക്റ്റ് മുണ്ടക്കൈ ഉരുള് പൊട്ടിയ കറക്റ്റ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും കേട്ടോ. അട്ടമലയിൽ നിന്നും മുണ്ടക്കയിൽ നിന്നും എല്ലായിടത്തും നിന്നുള്ള വ്യൂ നമുക്കിത് ഇവിടെ നിന്ന് കറക്റ്റായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഇതൊക്കെ പണ്ടത്തെ കുറേ ഓർമ്മകളുള്ള സ്ഥലങ്ങളാണ് ഇതെല്ലാം എന്ന് പറയുന്നത്. ഇത് കണ്ടില്ലേ, ഇവിടെ നിന്ന് നോക്കിയാൽ കറക്റ്റ് നമുക്ക് കാണാം. ആ മലകളുടെ ഇടയിലൂടെ ഒരു ചാല് കണ്ടില്ലേ, അവിടെ നിന്നാണ് ഉരുള് പൊട്ടി വന്നിട്ടുള്ളത്. ഫോണിലൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് എത്ര ക്ലിയർ ഉണ്ടെന്ന് എനിക്കല്ല, പക്ഷേ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ആ ഉരുള് പൊട്ടി വന്ന വഴി കൃത്യമായിട്ട്. നിങ്ങളിത് ഈ കാണുന്നതാണ് അട്ടമല ചായക്കട. അമ്പലത്തിനോട് തൊട്ട് ചേർന്ന് നിൽക്കുന്ന ചായക്കടയാണത്. നിങ്ങൾ ഈ കാണുന്നതാണ് നമ്മുടെ ചൂരമല ശിവക്ഷേത്രം എന്ന് പറയുന്നത്. ശിവക്ഷേത്രം പണ്ട് ഉണ്ടായിരുന്ന സ്ഥലമെന്ന് വേണം പറയാൻ. ഇപ്പോൾ അവിടെ അവശേഷിക്കുന്നത് എന്താണ്, ആ ഒരു ആൽമരം മാത്രമാണ്. അതുകൂടാതെ ഇവിടെ കിടാവിളക്ക് കത്തിക്കുന്നുണ്ട്. അത് മാത്രമാണ് ഇപ്പോൾ ഇവിടെ തെളിഞ്ഞുകൊണ്ടിരിക്കുന്ന ഏക ഒരു തെളിനാളം എന്ന് പറയുന്നത്. ഞങ്ങളെല്ലാവരും ഇവിടെ കുറച്ച് നേരം ഇരുന്ന് ഞങ്ങളുടെ പഴയ കാര്യങ്ങളെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങളങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾക്കൊരു സംശയം വന്നത്, ഞങ്ങളിപ്പോൾ ഇരിക്കുന്നത് എവിടെയാണ് എന്നുള്ളത് ഞങ്ങൾക്കൊരു സംശയം. അതായത് പണ്ട് ആൽമരത്തിൻ്റെ തറയിൽ നിന്നാണെന്നാണ് നമുക്ക് ഓർമ്മ. കണ്ടില്ലേ, ഈ ഫോട്ടോയിൽ കാണുന്നതാണ് പണ്ടത്തെ ആൽമരയുടെ തറയുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിരിക്കുന്നത് ഏകദേശം ആൽമരയുടെ തറയിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും അമ്പലത്തിന് മുറ്റത്തേക്ക് ആരും ഇൻ്റർലോക്കെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് ഞങ്ങളിരിക്കുന്നത് ആൽമരത്തിൻ്റെ തറയിലാണ് എന്നുള്ളത്. ചൂരമലയിൽ നിന്നും ഞങ്ങൾ നേരെ പോയത് മുണ്ടക്കയിലേക്കാണ്.
നിങ്ങൾക്കിത് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ഉരുൾപൊട്ടി വന്ന വഴികളും ഇവിടുത്തെ ഭീകര അന്തരീക്ഷമെല്ലാം. തൊട്ട് മുന്നിൽ നിങ്ങൾ ഈ കാണുന്നതാണ് മുണ്ടക്കൈ പള്ളി എന്ന് പറയുന്നത്. അതിന് മുന്നിൽ അതിഭീകരമായ വലിയൊരു പാറ വന്ന് കിടക്കുന്നത് കാണാം. ഞങ്ങളുടെ ഉള്ളിൽ എല്ലാവരും ഇപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമാണ് ഈ പാറ എങ്ങനെ ഇവിടെ വന്നു എന്നുള്ളത്. കാരണം പുഴ ഒഴുകുന്നത് എന്ന് പറയുന്നത് തന്നെ എത്രയോ അടി താഴ്ചയിലൂടെയാണ് പുഴ ഒഴുകിക്കൊണ്ടിരുന്നത്. നോക്കി എത്ര വലിയൊരു പാറയാണ് അവിടെ വന്ന് കിടക്കുന്നത് എന്നുള്ളത്. രണ്ടാമത്തേൽ കുറേ പേര് വെച്ചില്ല. അങ്ങനെ ഞങ്ങളത് മുണ്ടക്കൈ അമ്പലത്തിലേക്ക് കയറുകയാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ അങ്ങനെ അധികം ആരും വരാറൊന്നുമില്ല. ഇവിടെ ഇപ്പോൾ ആകെ വരുന്നതെന്ന് പറയുന്നത് കുറേ ആനകളുണ്ട്. ആന ശല്യം വളരെ രൂക്ഷമാണ് ഈ ഏരിയയിൽ. ആകെ വരുന്ന ആനകളും പിന്നെ തൊട്ടടുത്തുള്ള തോട്ടത്തിലേക്ക് വരുന്ന കുറച്ച് ആളുകൾ മാത്രമാണ് ഇവിടേക്ക് വരാറുള്ളത്. അങ്ങനെ നമ്മുടെ അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഉത്സവത്തിനെല്ലാം ഇവിടെ എന്തായിരുന്നെന്നറിയും. എത്രയോ ആളുകളാണ് ഇവിടെ വന്നു പോയതും ഭയങ്കര ആഘോഷമാക്കിയ ഒരു അവസാന ഉത്സവമായിരുന്നു ഞങ്ങളുടേത് മുണ്ടക്കൈ അമ്പലത്തിലെ ഉത്സവം എന്ന് പറയുന്നത്. നല്ല വെയിലുണ്ട് ചേട്ടേ. ഇതാണ് നമ്മളെ മുണ്ടക്കൈ അമ്പലം കേട്ടോ. ഇപ്പോൾ നമ്മളുള്ളത് മുണ്ടക്കൈ അമ്പലത്തിലാണ്. അമ്പലം രാവിലെ നട തുറന്ന് കൂട്ടി. ഇവിടെ ഇപ്പോൾ ആരുമില്ല. നമുക്കത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കറക്റ്റ് വിഷ്വൽ നമുക്ക് കാണാൻ പറ്റും. ഉരുൾ പൊട്ടി വന്ന് കറക്റ്റ് ലൈവായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് കറക്റ്റ് നമുക്ക് കാണാം. അവിടെ നിന്നാണ് ഉരുൾപൊട്ടി വന്നിട്ടുള്ളത്. ഞങ്ങൾക്ക് ആദ്യം വിചാരിച്ച് ഈ അമ്പലമൊക്കെ ഒന്ന് ഇവിടെയാണ് ഉരുൾ പൊട്ടിയെന്ന് വിചാരിച്ചു. ഈ അമ്പലത്തിൻ്റെ ഇവിടെ നിന്നാണ് പൊട്ടിയത്. പക്ഷേ സംഭവം പൊട്ടിയ സ്ഥലം മാറിപ്പോയി. ഞങ്ങൾ ലാസ്റ്റ് വന്നത് ഇവിടെ മുണ്ടക്കൈ ഉത്സവത്തിൻ്റെ ടൈമിൽ വന്നാൽ കേട്ടോ. ഇവിടെ അന്ന് അടിപൊളി പരിപാടിയും കാര്യങ്ങളൊക്കെ. ഇവിടെ സ്റ്റേജൊക്കെ വെച്ച് ഇവിടെ പരിപാടി, അവിടെ ഡാൻസ് പരിപാടിയൊക്കെ അടിപൊളിയായിരുന്നു. അന്നൊക്കെ അവിടെ ലാസ്റ്റ് ഉത്സവം കൂടിയത് ഇവിടെയായിരുന്നു.